അധ്യാപകർ അല്ലേ, വീട്ടിൽ കുട്ടികൾ താമസിക്കുന്ന ഒരു കാലയളവ്, അവർക്കൊരു ജോലി കിട്ടുന്നിടം വരെ, അല്ലെങ്കിൽ ഒരു പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന ഒരു കാലഘട്ടം വരെ നമ്മുടെ വീട്ടിൽ കാണുമവരല്ലേ. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ കുട്ടികൾ ചിലവഴിക്കുന്നത് പഠിക്കുന്ന സമയത്ത് ഇവിടെ തന്നെയാണ്, സ്കൂളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ, അതായത് അധ്യാപകർക്കൊപ്പമാണ്. അപ്പം അച്ഛനും അമ്മയ്ക്കും അവരെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം അധ്യാപകരാണ് ഇവരെ കാണുന്നത്, അല്ലേ? ശരിയല്ലേ? ഒരു അവധി ദിവസം വരുമ്പോൾ വീട്ടുകാർക്ക് കാണാം, വേറെ ജോലിക്കൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ സമയം ചിലവാക്കുന്നത് എവിടെയാണ്? അവരുടെ സ്കൂളുകളിലാണ്. പണ്ട് കാലത്ത് രക്ഷിതാക്കൾ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചോ, ഒരു 2 അടി കൊടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, തല്ലിക്കൊന്നാലും പ്രശ്നമില്ലെന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. അതൊരു ഫ്ലോയ്ക്ക് പറയുന്നതാണ്. പ്രശ്നം എന്നാലും പ്രതികരിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. തല്ലിക്കോ, കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ്? തല്ലേണ്ടത്, അല്ലാതെ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിക്കാമെങ്കിൽ പഠിപ്പിച്ചാൽ മതി. അങ്ങനെ കുട്ടികൾക്ക് തല്ലെന്നുള്ളത് ഒരു പേടിയില്ല, തല്ല് കിട്ടത്തില്ലല്ലോ. നമ്മുടെ ശരീരം നോവുക എന്നുള്ളതാണ് നമുക്ക് പേടിയുള്ളൊരു കാര്യം, അല്ലേ? അങ്ങനെ ശരീരം നോവുന്നില്ലെങ്കിൽ ആ ഒരു പേടിയുമില്ല. എവിടെ നിന്നും നമ്മളെ ചോദ്യം ചെയ്യുന്നില്ല, നമ്മൾ തെറ്റ് കാണിച്ചാൽ ശകാരിക്കുന്നില്ല, തെറ്റാവർത്തിക്കാതിരിക്കാൻ ഒരടി പോലും, അല്ലെങ്കിൽ നമ്മുടെ ശരീരം വേദനിക്കുന്നുമില്ല, ഒരടി കിട്ടുന്നില്ല. ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാക്കൾ ചോദിക്കാനുണ്ട് എന്നൊക്കെയുള്ള ഒരു ധൈര്യം കുട്ടികൾക്കുണ്ടായിട്ടാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധ്യാപകരെ ആദ്യം വിശ്വസിക്കുക, കുട്ടികളെ വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കുക. കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ അവർ ഇത് പറയണം, എൻ്റെ കുട്ടിയെ ഞാൻ ഇന്ന സാറിനെ ഏൽപ്പിക്കുകയാണ്, അവരെ പഠിപ്പിച്ച് മിടുക്കരാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? ഈ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഏൽപ്പിക്കുക. ഒരാളെ ആയിട്ടല്ല, എല്ലാവരെയും. ഒരു ക്ലാസ്സിൽ ഇപ്പോൾ എല്ലാ വിഷയത്തിനും ഓരോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ സാറോ ഉണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും പറയുക, അവൻ തെറ്റ് കാണിച്ചാൽ തല്ലുകൊണ്ട് ഒരു കുഴപ്പമില്ല, തല്ലുമ്പോൾ കൈയും കാലും ഒന്നും ഒടിയരുത് എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ, വേദനിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് അവർ കേൾക്കത്തന്നെ പറയുക. എനിക്കങ്ങനെയാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും പേടിയാണ്. സാറുമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി, പ്രത്യേകിച്ച് ട്യൂഷൻ സെൻ്ററിലെ സാറുമാർ. ചില വിഷയത്തിൻ്റെ സ്പെഷ്യലായിട്ട് കണക്ക് സാറിനെയൊക്കെ മിക്കവാറും എല്ലാവർക്കും പേടിയാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് അവരോടൊക്കെ ഭയങ്കര ബഹുമാനവുമാണ്. പക്ഷെ ഇന്ന് ആ ബഹുമാനവും ഇല്ല, പേടിയില്ല. കുട്ടികൾ കുട്ടികളുടെ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പണ്ട് രക്ഷിതാക്കൾ അധ്യാപകർക്ക് കൊടുത്ത അത്രയും രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും അധ്യാപകർക്ക് അവരുടെ ജോലി ശരിയായ രീതിയിൽ ചെയ്യുവാൻ ഉള്ള സ്വാതന്ത്ര്യം രക്ഷിതാക്കൾ കൊടുക്കണം. അതായത് വഴക്ക് പറയാനോ തല്ലുവാനോ ഉള്ള ഒരു വഴക്ക് പറഞ്ഞുകൊണ്ട് ഒരു തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പം ചാകുമെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ വളരെയധികം പ്രശ്നമുണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. കാരണം നോർമലായിട്ടുള്ളൊരു കുട്ടിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ തല്ലിയെന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം ഒരു നോർമലായിട്ടുള്ള കുട്ടിക്കില്ല. അപ്പോൾ അവനും മറ്റെന്തൊക്കെയോ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കൗൺസിലിങ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഒരു കൗൺസിലിങ്ങിലൂടെ പല കാര്യങ്ങളും രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാൻ പറ്റും. വല്ല ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ എടുത്ത് ചാടിയിട്ടുള്ള പെരുമാറ്റം, അച്ഛനോടോ അമ്മയോടോ ആണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ പെങ്ങളാണ്, ഇങ്ങനെയുള്ളൊരു ബോധവും ഇല്ലെങ്കിൽ എന്താണ്? ഉറപ്പായിട്ടും അവന് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, അവൻ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ പഴയ ചില ശീലങ്ങൾ ജീവിതത്തിലേക്ക് വീണ്ടും പകർത്തിയാൽ പല പ്രശ്നങ്ങളും സോൾവായി കിട്ടും. കുട്ടികളെ കളിക്കാൻ വിടുന്നത്, ഇന്ന് ഞങ്ങളിങ്ങനെ നടന്നപ്പം അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. പരീക്ഷയുടെ കാലമൊക്കെയാണ്, പക്ഷെ അവർ കളിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഫോൺ എന്നുള്ളത് വലിയൊരു കാര്യമാക്കി തോന്നല്ലേ, അതിലും ഇൻട്രസ്റ്റിംഗ് ആണ് തങ്ങൾ പലതരത്തിലുള്ള കളികൾ ചെയ്യുന്നത്. അതായത് ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളുണ്ട്.
അത് ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള കളികളുണ്ട് അല്ലേ. അങ്ങനെയുള്ള കളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വ്യായാമം കൂടെയാണ്. അപ്പം അങ്ങനെയുള്ള എന്താണ് കളിസ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കുട്ടികളെ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ച്, ഒന്നുമില്ല ഒരു വീട്ടിലിരുന്ന് എന്താണ് ഈ ഫോൺ നോക്കുന്നത് കുറയും. കളിക്കാൻ വരുമ്പോൾ ഫോൺ കൊണ്ടുവന്നിരുന്ന് നോക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെ. എങ്കിലും പറയാണ്, അവർക്ക് കളിയോടുള്ള ശ്രദ്ധ കൂട്ടുക. അപ്പോൾ ഈ ഫോണെന്നുള്ള ഉപയോഗം കുറയും. പിന്നെ പഠിക്കാനും കൊടുക്കുക. ഒന്നുകിൽ വെളിയിൽ പോയി കളിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കുക. ഇത് രണ്ടെണ്ണമാണല്ലോ നമുക്ക് പ്രധാനമായിട്ടും കുട്ടികളുടെ പ്രായത്തിന് വേണ്ടത്. ആ ഒരു അവസരം നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടി അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആര് ശ്രദ്ധിക്കുക? ആ ഒരു ചിന്ത എപ്പോഴും രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. പിന്നെ ഇടയ്ക്കിടയ്ക്കെങ്കിലും മാസത്തിൽ ഒരു തവണയെങ്കിലും സ്കൂളിലോ പഠിക്കുന്ന ട്യൂഷൻ സെൻ്ററിലോ പോയി കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുക. എങ്ങനെയുണ്ട് പഠിത്തം എന്നൊക്കെ അന്വേഷിക്കുക. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവർ പതുക്കെ അവരുടെ പഠിത്തത്തിലേക്ക് ശ്രദ്ധ ചെലുത്തും. ഇല്ലെങ്കിൽ എന്താ, എന്നെ തിരക്കാനാരില്ല, തിരക്കത്തൊന്നുമില്ല, കുഴപ്പമില്ല. അതുപോലെ തന്നെ PTA മീറ്റിംഗ് വെക്കും. എത്ര പേര് പോവും? അതെന്തോ ഒരു ഭാരമായിട്ട് പോവും. ഒരു ഫങ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോവും. പക്ഷേ തൻ്റെ കുട്ടിയുടെ കാര്യങ്ങളും പഠനകാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സമിതിയാണ് ഈ PTAക്ക് ഉള്ളത്. അപ്പോൾ അവിടെ സ്കൂളിലെയും കുട്ടികളുടെയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ മാത്രം പോകത്തില്ല. വേറെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരോടും പോവും. എന്തുകൊണ്ട് അത് എല്ലാ മാസമൊന്നുമില്ല ഈ PTA മീറ്റിംഗ്. അത് വയ്ക്കുന്ന സമയത്ത് എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണം തീർച്ചയായിട്ടും. അവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അല്ലാതെ PTAക്ക് പോകാതിരുന്ന അത്രയും സമയം ലാഭിക്കാമല്ലോ എന്ന് കരുതല്ല. അവിടെ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സമയമാണ് വേസ്റ്റാക്കി കളയുന്നത്. അതുകൊണ്ട് PTA മീറ്റിംഗ് വെച്ചാൽ തീർച്ചയായിട്ടും പോകണം. അത് സ്കൂളിലാണെങ്കിലും ട്യൂഷൻ സെൻ്ററിലാണെങ്കിലും. അങ്ങനെ സ്ഥിരം വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ചിലർ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്നിട്ട് പറയും PTAക്ക് വന്നില്ലെങ്കിൽ കുട്ടിയെ വിളി നിർത്തും. എവിടെ? അങ്ങനെ പറഞ്ഞാലും പോകാത്ത രക്ഷിതാക്കളുണ്ട്. അതൊക്കെ അവരുടെ അത്ര ആവശ്യമുള്ളൂ എന്ന് കരുതിക്കോണം. ഇപ്പോൾ അച്ഛന് പോകാൻ പറ്റില്ല, അമ്മ പോകണം. അച്ഛനും അമ്മയ്ക്കും പോകാൻ പറ്റില്ലെങ്കിൽ ആ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടണം. അല്ലെങ്കിൽ തൊട്ടടുത്ത ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടണം. ആരെങ്കിലും ഒരാൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കുക. ശരിയല്ലേ?